നമ്മളിപ്പോൾ ഈ മോഡ്യൂളിൽ നോക്കുന്നത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു മാസ്റ്റർ ക്രിയേഷനാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാസ്റ്റർ ക്രിയേഷൻ നമുക്ക് ഫീസ് മാസ്റ്ററാണ്. നമുക്കിപ്പോൾ ഫീസ് മാസ്റ്ററിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്ഥാപനത്തിലുള്ള കംപ്ലീറ്റ് ഫീസ്, പലതരത്തിലുള്ള ഫീസുകളുണ്ടാവും. നമുക്ക് നോർമൽ ഫീസ് ഉണ്ടാവും, അഡീഷണൽ ഫീസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടിരിക്കുന്ന ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലും റെസിപ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന രണ്ട് കാറ്റഗറിയാണ് കൊടുത്തിരിക്കുന്നത്. നോർമൽ എന്ന് പറഞ്ഞിരിക്കുന്ന ടോട്ടൽ ഫീസാണ്, ഒരു സ്ഥാപനത്തിലുള്ള കംപ്ലീറ്റ് ഫീസാണ് നമുക്കുള്ളത്. 22,000 രൂപയാണ് ഇവിടെ വരുന്നത്. അതിൻ്റെ അകത്ത് പിന്നെ വരുന്നത് റെസിപ്റ്റ് ഫീസാണ്. റെസിപ്റ്റ് ആയിട്ടുള്ള ഫീസാണ്, അതായത് അതിൻ്റെ അകത്ത് അഡ്മിഷൻ ഫീ, സെക്കൻഡറി ഫീ, തേർഡ് പേയ്മെൻറ്റ്, ഇതൊക്കെ നമുക്ക് പ്രിൻ്റ് വരുമ്പോൾ ഉള്ള ഒരു കാറ്റഗറിയാണ്. അപ്പോൾ നമുക്കതിൻ്റെ അകത്ത് അഡീഷണൽ ഫീസ് കൊടുക്കാം, ഫീസിന് പകരം കോഴ്സിൻ്റെ പേര് കൊടുക്കാം, എന്ത് വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ ഇവിടെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ടോട്ടൽ ഫീസാണ് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ആദ്യമേ പുതിയതായിട്ടുള്ളൊരു ഫീസ് ആഡ് ചെയ്യണമെങ്കിൽ ആദ്യമേ കാറ്റഗറി ബൈ ഡീഫോൾട്ട് ഫീസ് വരുന്നു. ഞാനിപ്പോൾ ന്യൂ കോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഇത് ആഡ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ ഫീസ് വന്നിട്ട് 1000 രൂപ. അതുപോലെ തന്നെ നോർമൽ എന്ന് കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ബില്ലിൻ്റെ ടൈപ്പ് സെലക്ട് ചെയ്യുമ്പോൾ അവിടെ കയറി വരാനാണ് നമ്മൾ നോർമൽ കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ന്യൂ കോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സെക്ഷൻ വന്നിട്ടുണ്ടാവും. കണ്ടില്ലേ, ന്യൂ കോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന സെക്ഷൻ നമുക്കിപ്പോൾ സെലക്ഷനിൽ വന്നിട്ടുണ്ട്. അത് നമുക്ക് എഡിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. സെലക്ട് ചെയ്യുക, എൻ്റർ അടിക്കുക. നമുക്ക് ഉടനെ എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ന്യൂ കോഴ്സ് വരെ ഓൾഡ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുകയാണ്. വീണ്ടും നമുക്ക് ആ ഓൾഡ് കോഴ്സിനെ നമുക്ക് ആ 1000 മാറ്റിയിട്ട് നമുക്ക് 2000 ആക്കണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക, 2000 കൊടുത്തിട്ട് എഡിറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ 2000 ആയി. ഇനി അത് വേണ്ടാന്നുണ്ടെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ ഏതാണോ വേണ്ടാത്തത് ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. എഡിറ്റ് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്യുക, എൻ്റർ അടിക്കുമ്പോൾ ആ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഭാഗം ഇവിടെ വരും. ഓക്കെ, ആഡ് ചെയ്യണമെങ്കിൽ പുതുതായിട്ട് ക്ലിയർ ചെയ്തിട്ട് കോഴ്സ് കൊടുത്തിട്ട് ആഡ് ചെയ്യുക. നമുക്ക് നോർമൽ റെസിപ്റ്റ്, ഷോ ഓൾ വന്നിരിക്കുന്നത് 3 സോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഫീസ് മാസ്റ്റർ കൊടുക്കുന്നത്. അടുത്താണ് നമുക്ക് വരുന്ന സ്റ്റുഡൻറ്റ് മാസ്റ്റർ. സ്റ്റുഡൻറ്റ് മാസ്റ്ററിൻ്റെ അകത്താണ് നമുക്ക് സ്റ്റുഡൻറ്റിൻ്റെ ഫുൾ ഡേറ്റ ഇടുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിന് ആവശ്യമുള്ള സ്റ്റുഡൻറ്റ് ലെജറിൻ്റെ അകത്തുള്ള എല്ലാ ഡേറ്റ ഇവിടെ കൊടുക്കുന്നില്ല. പകരം നമുക്ക് ബില്ലിൻ്റെ അകത്ത് കൊടുക്കേണ്ട ഡേറ്റ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ ഫയൽ നമ്പർ കൊടുക്കുകയാണ്. സ്റ്റാറ്റസ് വന്നിട്ട് ആക്റ്റീവ്, സ്റ്റുഡൻറ്റിൻ്റെ പേര് മോഹൻ, ടാബ് അടിക്കുന്നു, അഡ്മിഷൻ കോഡ് K002, മൊബൈൽ നമ്പർ, പിന്നെ ബാച്ച് ഇല്ല, അതൊക്കെ നമുക്ക് പിന്നെ ആഡ് ചെയ്യാം. ജസ്റ്റ് നമുക്ക് ആവശ്യമുള്ള എല്ലാ ഫീൽഡും ആഡ് ചെയ്ത് കൊടുക്കുക. കോഴ്സ് ജോയിൻ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ഫീസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സെക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കവിടെ മാസ്റ്ററിനകത്ത് വരുന്ന ടോട്ടൽ ഫീസ് ഇവിടെ കയറി വരുന്നുണ്ട്. ഇവിടെ വന്നിട്ട് പിന്നെ നമ്മൾ ടാബ് അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ എമൗണ്ട്. ഇപ്പോൾ ഈ ഫീസിൻ്റെ ഈ വലത്ത് ഭാഗത്ത് കാണുന്നതിൻ്റെ അകത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാം. പിന്നെ പഴയതുപോലെ ആക്കണമെന്നുണ്ടെങ്കിൽ ഫീസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പഴയതുപോലെ ആവും. എന്നിട്ട് ഇവിടെ നമുക്ക് ടോട്ടൽ ഫീസ് കൊടുക്കണമെങ്കിൽ ഇവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ടാബ് അടിക്കുക, അഡ്രസ്സ് കൊടുക്കുക, പിന്നെ ടാബ് അടിച്ച് കഴിയുമ്പോൾ അപ്ഡേറ്റ്. അപ്പോൾ പുതുതായിട്ടൊരു സ്റ്റുഡൻറ്റ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോഹൻ എന്ന് പറഞ്ഞിരിക്കുന്ന സ്റ്റുഡൻറ്റ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ മോഹൻ്റെ നമുക്ക് ഫയൽ നമ്പർ വെച്ച് സെർച്ച് ചെയ്യണമെങ്കിൽ ഫയൽ നമ്പർ വെച്ച് സെർച്ച് ചെയ്യാം. ക്ലിയർ കൊടുത്തിട്ട് ഇവിടെ നമ്മൾ ഫയൽ നമ്പറിന് അവിടെ കൊടുത്തിട്ട് പേസ്റ്റ് കൊടുത്തിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് വരും. ഇല്ല, മോഹൻ്റെ മറ്റേ ഈ പറഞ്ഞ പോലെ അഡ്മിഷൻ കോഡ് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഡാറ്റയായിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വരും. ഇനി ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് എഡിറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ എനിക്ക് മറ്റേ ബാച്ച് അൺലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ കൊടുക്കണം. തന്നെ അഡ്രസ്സ് കൊടുക്കണം. ഇപ്പോൾ പാലക്കാട് അങ്ങനെ കൊടുത്തിട്ട് എഡിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡാറ്റയായിട്ട് മോഹൻ്റെ ഇത് എഡിറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ മോഹൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പാലക്കാടും അൺലിമിറ്റഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പുതുതായിട്ടൊരു സ്റ്റുഡൻറ്റ് ആഡ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. അതുപോലെ ഏത് രീതിയിൽ വേണമെങ്കിലും അതിനെ അഡ്മിഷൻ കോഡ് വെച്ച് സെർച്ച് ചെയ്യാം, ഫയൽ നമ്പർ വെച്ച് സെർച്ച് ചെയ്യാം, തുടങ്ങിയ പല സെക്ഷൻ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ സോഫ്റ്റ്വെയറിൻ്റെ ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ മൾട്ടി ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണുള്ളത്. ഒരു സ്ഥാപനത്തിൽ സ്കൂളിൻ്റെ അകത്തുള്ള മൾട്ടി ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഡീറ്റെയിൽസ് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അറിയാം. നമുക്ക് പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഒരു സ്കൂളിൻ്റെ അകത്ത് മൾട്ടി ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ അത് കൊടുക്കാൻ പറ്റും. മൾട്ടി ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്കത് കാറ്റഗറൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. കാരണം ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ആയിട്ടാണ് നമുക്കിവിടെ സ്റ്റുഡൻറ്റ് മാസ്റ്റർ വരുന്നത്. അടുത്തായിട്ട് നമ്മൾ വരുന്നത് ബില്ലിംഗ് സെക്ഷൻ. നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇൻവോയ്സ് ബിൽ, റെസിപ്റ്റ് ബിൽ, പേയ്മെൻറ്റ് ബിൽ എന്ന് പറഞ്ഞിരിക്കുന്ന 3 സെക്ഷനാണ്. നമ്മളിപ്പോൾ മെയിൻ മോഡ്യൂളിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലൊരു മോഡ്യൂളാണ് കാണുന്നത്, സ്ക്രീനിൽ കാണുന്ന പോലെ. അവിടെ നമുക്ക് ടോട്ടൽ പേയ്മെൻറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും, റെസിപ്റ്റ് പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റും, അതുപോലെ തന്നെ ഇൻവോയ്സ് വേണമെങ്കിൽ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ആദ്യമേ ഒരു സ്റ്റുഡൻറ്റ്, ഇപ്പോൾ നമ്മൾ അടിച്ചിരിക്കുന്ന സ്റ്റുഡൻറ്റ് K002 ആണ്. അപ്പോൾ അവിടെ മോഹൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആളുടെ വന്നിട്ടുണ്ട്. 45,000 ആണ് ടോട്ടൽ ഫീസ് വരുന്നത്. ആദ്യമേ ക്ലിയർ ബട്ടൺ കൊടുക്കുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ ബില്ല് ഓട്ടോമാറ്റിക്കലി വരും. റെസിപ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റയായിട്ട്
ഇത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് അഡ്മിഷൻ ഫീസ് മാത്രമാണ് ഇപ്പോൾ കൊടുക്കേണ്ടത്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് ഈ 15,000 ഞാൻ ഇപ്പോൾ കൊടുക്കാമെന്ന് വിചാരിക്കാം. ടാബ് അടിച്ചു, പേയ്മെൻറ്റ് കൊടുത്തു, ടാബ് അടിച്ചു, അക്കൗണ്ട് ടൈപ്പ് കൊടുത്തു, ടാബ് അടിച്ചു, ട്രാൻസാക്ഷൻ ഐ ഡി സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നമുക്ക് ഒരു റെസിപ്റ്റ് നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ റെസിപ്റ്റ് നമുക്ക് വളരെ വിപുലമായിട്ടുള്ള റെസിപ്റ്റ് ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കൊടുക്കാൻ പറ്റും. നോർമൽ ബില്ല് വേണമെങ്കിൽ നോർമൽ ബില്ല് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ടോട്ടൽ ഫീസ് നമുക്ക് എത്ര കൊടുത്തു, ബാക്കി എത്ര വന്നു എന്നുള്ളത് ഇവിടെ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ബിൽ നമ്പർ ഇവിടെ അറിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ 15,000 നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് നമുക്കത് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക, വീണ്ടും അയാളെ സെലക്ട് ചെയ്യുക. അപ്പോൾ 15,000 കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നമ്മുടെ ഡേ ബുക്കിൻ്റെ അകത്തേക്ക് ഒരു എൻട്രി വന്നിട്ടുണ്ടാവും, ക്യാഷ് ബുക്കിൻ്റെ അകത്തേക്ക് ഒരു എൻട്രി വന്നിട്ടുണ്ടാവും. ക്യാഷ് ബുക്കിൻ്റെ അകത്തേക്ക് ഒരു എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു എൻട്രി ഇവിടെ ക്യാഷ് ബുക്കിൻ്റെ അകത്ത് നമ്മൾ 15,000 റുപ്പീസ് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ഒരു എൻട്രി ഇവിടെ വന്നിട്ടുണ്ട് മോഹൻ്റെ. അപ്പോൾ വീണ്ടും നമുക്ക് ആ എൻട്രി നമുക്ക് ഈ പറഞ്ഞ പോലെ മോഹനെ വീണ്ടും എടുത്ത് ആ 15,000 പെട്ടെന്ന് എഡിറ്റ് ചെയ്യണമെന്ന് നമുക്ക് തോന്നി. അപ്പോൾ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് 13,000 ആക്കി. 13,000 ആക്കി ജസ്റ്റ് ഡയറക്റ്റായിട്ട് എഡിറ്റ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 13,000 ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ക്യാഷ് ബുക്കിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ അവിടെയും 30,000 വന്നിട്ടുണ്ടാവും. കണ്ടില്ലേ, 13,000 എഡിറ്റ് ആയിട്ടുണ്ടാവും. ഇനി വീണ്ടും നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞിരിക്കുന്ന ആ ബില്ല് നമുക്ക് ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ 30,000 നമുക്ക് ബിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ്, ഇവിടെ ഡിലീറ്റ് ആയിട്ടുണ്ടാവും. ക്യാഷ് ബുക്കിൻ്റെ അകത്തും നമുക്ക് ആ എൻട്രി ഡിലീറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ക്യാഷ് ബുക്കിൻ്റെ അകത്താണ് ടോട്ടൽ നമ്മുടെ ഫീസിൻ്റെ എല്ലാ കാര്യങ്ങളും ഇൻകം എല്ലാം വന്ന് കിടക്കുന്നത്. വീണ്ടും നമ്മൾ പഴയതുപോലെ ഒരു റെസിപ്റ്റ് അടിക്കുകയാണ്. ക്ലിയർ ചെയ്തു റെസിപ്റ്റ്. ഈ പറഞ്ഞ പോലെ സെക്കൻഡറി ഫീസ് നമ്മൾ അഡ്മിഷൻ ഫീസ് തന്നെ അടിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇപ്രാവശ്യം എനിക്കിത് എഡിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്തിട്ട് ഇപ്പോൾ 15,000 സ്റ്റുഡൻറ്റ് അടയ്ക്കുന്നില്ല, 10,000 മാത്രമേ അടയ്ക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ 10,000 കൊടുത്തു, ഇവിടെ 10,000 കൊടുത്തു. പേയ്മെൻറ്റ് ടൈപ്പ് സെലക്ട് ചെയ്തു, അക്കൗണ്ട് ടൈപ്പ്, ഡാറ്റ ട്രാൻസാക്ഷൻ ഐ ഡി, സേവ്. അപ്പോൾ എത്ര എമൗണ്ടാണ് കൊടുക്കുന്നത് ആ എമൗണ്ടാണ് നമുക്കിവിടെ കാണുന്നത്. ബാക്കി ഡ്യൂ എമൗണ്ട് നമുക്കവിടെ അറിയുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ഒരു റെസിപ്റ്റ് നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ റെസിപ്റ്റ് പ്രിൻറ്റ് ചെയ്യുമ്പോൾ ഡാറ്റയായിട്ട് ആ റെസിപ്റ്റിൻ്റെ അഡ്മിഷൻ കോഡ് ഇവിടെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഫുൾ ഡീറ്റെയിൽസ് മാസ്റ്ററിനകത്ത് നിന്ന് വന്ന് പിന്നെ ഏതാണ് വേണ്ടത് പറഞ്ഞാൽ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡാറ്റയായിട്ട് നമുക്കിത് വരുന്നതാണ്. ഇനി അടുത്ത് നമുക്ക് ഈ ടോട്ടൽ ഫീസ് അവരെല്ലാം തന്നതിന് ശേഷം പോകുമ്പോഴാണ് നമ്മൾ നോർമൽ ബില്ല് കൊടുക്കുന്നത്. നോർമൽ ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ അതായത് ഫീസിൻ്റെ ടോട്ടൽ സ്ട്രക്ചറാണ്. അതായത് ബില്ല് പേ ചെയ്തതിന് ശേഷം നമുക്ക് അവർക്ക് ഫുൾ പേയ്മെൻറ്റ് കൊടുക്കുന്ന ബില്ലാണ് ടോട്ടൽ പേയ്മെൻറ്റ് ബില്ല്. കണ്ടില്ലേ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് അവർ ടോട്ടൽ പേയ്മെൻറ്റിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന 45,000 ആണ്. അതൊരു ഡെമോ വാല്യൂ കൊടുത്തിരിക്കുകയാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇൻവോയ്സ് കൊട്ടേഷൻ ജനറേറ്റ് ചെയ്യാം. അതായത് നമ്മൾ ഫുൾ ഫീസ് അടച്ചു കഴിയുമ്പോൾ കൊടുക്കുന്ന ഒരു കാര്യമാണിത്. പിന്നെ നമ്മുടെ പേയ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷനാണ്. അതിനകത്ത് ഇതുവരെ സ്റ്റുഡൻറ്റ് എത്ര എമൗണ്ട് അടച്ചു, ബാക്കി എമൗണ്ട് എത്ര ഉണ്ടെന്നുള്ളത് ഇവിടെ അറിയാൻ പറ്റും. അതുപോലെ പേയ്മെൻറ്റ് സമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഫീസിൻ്റെ അകത്തുനിന്ന് തന്ന ഫീസ് കഴിച്ചിട്ട് ബാക്കി എമൗണ്ട് ബാലൻസ് എത്രയുണ്ടെന്നുള്ളത് ഇവിടെ അറിയാൻ പറ്റും. ഇനി അതല്ല ടാക്സ് സമ്മറി വേണമെങ്കിൽ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള GST ഒക്കെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള സമ്മറി ബില്ല് വൈസ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് അതിനകത്ത് കിട്ടുന്നതാണ്. ഓക്കെ, ഇനി ഇത് കൂടാതെ തന്നെ നമുക്ക് നമ്മുടെ മന്ത്ലി സ്റ്റേറ്റ്മെൻറ്റ് അവിടെ പോയി കഴിഞ്ഞാൽ ഇന്നത്തെ ഡേറ്റിൽ ആ സ്റ്റുഡൻറ്റ് അടച്ചിരിക്കുന്ന എമൗണ്ട് 10,000 ഇവിടെ വന്നിട്ടുണ്ട്. ഓരോ ഡേറ്റ് വൈസ് ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ എത്ര അടച്ചു, ഇന്നത്തെ ട്രാൻസാക്ഷനിൽ എത്ര ഒരു സ്റ്റുഡൻറ്റ് എത്രമാത്രം അടച്ചു എന്നുള്ളത് നമുക്കിവിടെ അറിയാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഓപ്ഷൻ്റെ അകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ബില്ലിംഗ് സെക്ഷൻ്റെ അകത്ത്. ആ കോഡിൻ്റെ അകത്ത് അറിയേണ്ടത് നമ്മുടെ അഡ്മിഷൻ കോഡ് അടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ബിൽ ടൈപ്പ് സെലക്ട് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. അത് അനായാസം നമുക്ക് ഒരു ബില്ല് അടിക്കാനായിട്ട് പറ്റും. അത്രയും ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ഏത് ടൈപ്പ് ബില്ലാണ് വേണ്ടത്, റെസിപ്റ്റ് ആണെങ്കിൽ റെസിപ്റ്റ്, നോർമലാണെങ്കിൽ നോർമൽ അടിച്ച് കഴിഞ്ഞ് ഡാറ്റയായിട്ട് നമുക്കിവിടെ എടുക്കാനായിട്ട് ഇത് പറ്റും. വളരെ സിമ്പിളായിട്ട് ബില്ല് പ്രിൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. പ്രീവിയസ് ബില്ല് കാണണമെങ്കിൽ ഡാറ്റയായിട്ട് ഇവിടെ വന്നിട്ട് പ്രീവിയസ് ബില്ല് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷനുണ്ട്. ആദ്യമേ ക്ലിയർ ചെയ്യുക, എന്നിട്ട് നമ്മൾ ഏറ്റവും അവസാനം അടിച്ചിരിക്കുന്ന ബില്ലാണ്. ബില്ല് ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് റെസിപ്റ്റ് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. വീണ്ടും പഴയതുപോലെ നമുക്കൊരു പ്രിൻറ്റ് കിട്ടണമെങ്കിൽ നമുക്ക് ആ പ്രിൻറ്റ് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ബില്ലിംഗ് സെക്ഷൻ. നമ്മുടെ ഒരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന 2 ഭാഗങ്ങളാണ് റെസിപ്റ്റും പേയ്മെൻറ്റ് വൗച്ചർ. റെസിപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡാറ്റയായിട്ട് നമ്മുടെ വരുമാനവും, പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ചിലവുകളുമാണ്. നമ്മുടെ സ്ഥാപനത്തിൽ ഒരുപാട് വരവും ചിലവുമുണ്ട്. അത് നമുക്ക് ബില്ലടിച്ചിട്ട് കൊടുക്കണം. ബില്ലടിച്ചിട്ട് കൊടുത്തു കഴിയുമ്പോൾ ഡാറ്റയായിട്ട് ക്യാഷ് ബുക്കിൻ്റെ അകത്ത് ഒരു എൻട്രി ആവും. ആദ്യമേ നമ്മളൊരു അതിൻ്റെ ഹെഡുകൾ ക്രിയേറ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ആദ്യമേ കാറ്റഗറി മാസ്റ്റർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഹെഡ് ക്രിയേറ്റ് ഓപ്ഷൻ ഉണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ ഹെഡുകൾ ക്രിയേറ്റ് ചെയ്യാം.
നമുക്കിവിടെ എത്രായിരം ഹെഡുകൾ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. എനിക്ക് ഫർണിച്ചർ എന്ന് വന്നിരിക്കുന്ന ഒരു ഹെഡ് ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. ഞാൻ ഫർണിച്ചർ എന്ന് പറഞ്ഞ് കൊടുത്തു, ആഡ് കൊടുത്തു. ജസ്റ്റ് അവിടെ ടൈപ്പ് ചെയ്യുക, ആഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആഡായി. അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്യാൻ എൻ്റർ അടിക്കുക. ഞാൻ ഫർണിച്ചറിൻ്റെ കൂടെ 1 2 എന്ന് കൊടുത്തു, എന്നിട്ട് എഡിറ്റ് ചെയ്തു. അപ്പോൾ കണ്ടില്ലേ, ഫർണിച്ചർ എഡിറ്റായി. വീണ്ടും അത് പഴയതുപോലെ ആക്കണമെങ്കിൽ വീണ്ടും സെലക്ട് ചെയ്ത് ഇതാക്കി എഡിറ്റ് കൊടുത്തു. ഓക്കെ, ഏതെങ്കിലും ഒന്ന് വേണ്ടെന്നുണ്ടെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആഡ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ കാറ്റഗറി മാസ്റ്ററിനകത്ത് പറ്റും. അത് കഴിഞ്ഞ ശേഷം നമ്മൾ നമ്മുടെ വോച്ചറിനകത്ത് വരിക. അപ്പോൾ ആദ്യം നമ്മൾ എടുക്കുന്നത് റെസിപ്റ്റ് വോച്ചറാണ്. നമ്മൾ ഇൻകമിൻ്റെ ഒരു വോച്ചറാണ്. നമുക്ക് ഇൻകം വന്നിട്ട് നമുക്ക് ജസ്റ്റ് ഈ പറഞ്ഞ സ്റ്റുഡൻറ്റ് ഫീസ് എന്ന് പറഞ്ഞിരിക്കുന്നത് വെറുതെ സ്റ്റുഡൻറ്റ് ഫീസ് ഓൾറെഡി നമ്മളത്തെ കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ തന്നെ ഒരു ഹെഡാണ് വേണ്ടത്. ഇപ്പോൾ ഡെമോയിന് വേണ്ടി നമ്മളിത് എടുക്കുന്നതേ ഉള്ളൂ. മൊബൈൽ നമ്പർ അടിച്ചു, ബിൽ നമ്പർ സെയിം തിങ് ഓൾറെഡി വന്നിട്ടുണ്ട്. ട്രാൻസാക്ഷൻ ഐ ഡി നമ്മൾ ഗൂഗിൾ പേയുടെ ട്രാൻസാക്ഷൻ ഐ ഡിയാണ്. റിസീവ് ഫ്രം ഹക്കീം എന്ന് പറഞ്ഞ ആളുടെ കയ്യിൽ നിന്ന് വാങ്ങുകയാണ്. നമ്മൾ 12,000 റുപ്പീസ് വാങ്ങുകയെന്ന് വിചാരിക്കാം. എന്നിട്ട് ക്യാഷ് ആണോ ഗൂഗിൾ പേ ആണോ സേവ് ചെയ്ത് കഴിഞ്ഞ് പ്രിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഇതുപോലെ ഒരു റെസിപ്റ്റ് വോച്ചർ വരുന്നതാണ്. അപ്പോൾ ഈ 12,000 നമ്മളിപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് ഇൻകമായിട്ടാണ്. നമ്മളിനി നമ്മുടെ ക്യാഷ് ബുക്കിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഒരു 10,000 റുപ്പീസ് അപ്പോൾ ഹക്കീമിൻ്റെ പേരിൽ ഒരു റെസിപ്റ്റ് വോച്ചർ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇനി വീണ്ടും നമ്മൾ റെസിപ്റ്റ് വോച്ചറിൻ്റെ അകത്ത് വരികയാണ്. ആ റെസിപ്റ്റ് വോച്ചർ നമുക്ക് ഒന്ന് എഡിറ്റ് ചെയ്യണം. ഈ 12,000 എന്നുള്ളത് 11,000 ആക്കണം. 11,000 ആക്കി എഡിറ്റ് എന്ന് കൊടുത്തു എന്ന് വിചാരിക്കാം. എന്നിട്ട് വീണ്ടും നമ്മൾ പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ അത് എഡിറ്റായി. വീണ്ടും നമ്മൾ ഡേ ബുക്കിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ, ക്യാഷ് ബുക്കിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ അത് 11,000 ആയിട്ട് എഡിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റെസിപ്റ്റ് വോച്ചർ നമ്മൾ അടിക്കുന്നത്. അപ്പോൾ റെസിപ്റ്റ് വോച്ചർ നമ്മൾ ഇൻകമിന് വേണ്ടിയിട്ട് എടുക്കുകയാണ്. ഡയറക്റ്റായിട്ട് നമുക്ക് പ്രിൻ്റ് എടുത്തിട്ട് കസ്റ്റമറിന് കൊടുക്കാനായിട്ട് പറ്റും. നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന പൈസയുടെ റെസിപ്റ്റ് നമ്പർ കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് പേയ്മെൻറ്റ് വോച്ചർ വന്നു കഴിയുമ്പോൾ സെയിം പ്രൊസീജിയറാണ്. പക്ഷേ ഇത് നമ്മുടെ എക്സ്പെൻസസ് ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഞാൻ ഫർണിച്ചർ എടുത്തു, ഡയറക്റ്റായിട്ട് അഡ്രസ്സ് എന്ന് കൊടുത്തു, മൊബൈൽ ഡയറക്റ്റായിട്ട് പർച്ചേസ് ബിൽ നമ്പർ, ട്രാൻസാക്ഷൻ ഐ ഡി ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ 0 കൊടുക്കുക, പേ ടു നവീൻ, ടാബ് അടിച്ചു, ടോട്ടൽ എമൗണ്ട് വന്ന് 56,000. ക്യാഷാണ് ഗൂഗിൾ പേ ആണ്, നമ്മൾ ക്യാഷ് കൊടുക്കുകയാണ്, പ്രിൻറ്റ്. അപ്പോൾ ഇത് പേയ്മെൻറ്റ് വോച്ചറാണ്. ഡയറക്റ്റായിട്ട് നമ്മൾ ക്യാഷ് ബുക്കിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ എക്സ്പെൻസ് ആയിട്ട് ഒരു എൻട്രി ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. 56,000 എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു എക്സ്പെൻസ് ഒരു എൻട്രി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ടോട്ടൽ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് റെസിപ്റ്റ് വോച്ചർ വ്യൂവർ എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട്. ഇപ്പോൾ റെസിപ്റ്റ് വോച്ചർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇതുവരെ അടിച്ചിരിക്കുന്നത് വരും. പേയ്മെൻറ്റ് വോച്ചർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ വരും. ഇവിടെ നേരത്തെ കുറേ ഡേറ്റ നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് അത് വരുന്നതാണ്. ഇത് ഡേറ്റ് വൈസ് ആയിട്ട് സോർട്ട് ചെയ്യാം, ഏത് രീതിയിൽ വേണമെങ്കിലും സോർട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ റെസിപ്റ്റും ഈ പേയ്മെൻറ്റ് വോച്ചർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്താണ് നമുക്ക് ക്യാഷ് ബുക്ക്. നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോഡ്യൂളാണ് ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിൻ്റെ അകത്താണ് നമ്മുടെ അടിച്ചിരിക്കുന്ന ഫുൾ ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ വരവ് ചിലവ് കംപ്ലീറ്റ്ലി ഇവിടെയാണ് വന്ന് കിടക്കുന്നത്. അത് നമ്മുടെ സ്ഥാപനത്തിൽ നമുക്ക് എത്ര വരവ് എത്ര ചിലവ് വന്നു എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ചിത്രം കിട്ടുന്ന ഒരു യൂട്ടിലിറ്റിയാണ്. ചിലവിൻ്റെ അകത്തുനിന്ന് വരവ് കഴിച്ചിട്ട് അല്ലെങ്കിൽ വരവിൻ്റെ അകത്തുനിന്ന് ചിലവ് കഴിച്ചിട്ട് നമുക്ക് ബാക്കി ബാലൻസ് ഇവിടെ അറിയാനായിട്ട് പറ്റും. സിംഗിൾ എൻട്രി ആയിട്ടുള്ളൊരു ക്യാഷ് ബുക്കാണ് നമ്മളീ കാണുന്നത്. അതിൻ്റെ മെയിൻ സ്ക്രീനാണ് നമ്മളീ കാണുന്നത്. നമ്മൾ ഓൾറെഡി നമ്മൾ റെസിപ്റ്റ് അടിക്കുമ്പോൾ ഡയറക്റ്റായിട്ട് ഇവിടെ ഇൻകമായിട്ട് വരുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ ബില്ലടിക്കുമ്പോഴും ഇൻകമായിട്ട് വരുന്നുണ്ട്. പേയ്മെൻറ്റ് അടിക്കുമ്പോൾ എക്സ്പെൻസ് ആയിട്ട് വരുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് ഒരു ഇൻകം എക്സ്പെൻസ് അടിക്കണമെന്ന് വിചാരിക്കുക. ടേക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ കമ്മീഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഹെഡിൽ ഒരു കാര്യം അടിക്കുകയാണ്. നെയിം വന്നിട്ട് ജിഷ ജോൺ, നറേഷൻ ഫോർ അഡ്മിഷൻ, ചുമ്മാ ഒരു ഡെമോ അടിക്കുകയാണ്. ഇൻകം വന്നിട്ട് 23,000 ആണ് സ്ഥാപനത്തിന് വന്നിരിക്കുന്നത്. എക്സ്പെൻസില്ല, പേയ്മെൻറ്റ് വന്നിട്ട് ക്യാഷ്. നമ്മൾ ടുഡേ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ഇതിൽ കമ്മീഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സെക്ഷൻ കയറി വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമുക്കിത് എഡിറ്റ് ചെയ്യണം. സെലക്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഡാറ്റയായിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഡാറ്റയായിട്ട് എന്താണോ വന്നിരിക്കുന്നത് അത് ഡാറ്റയായിട്ട് അവിടെ വന്നിട്ടുണ്ടാവും. അത് നമുക്ക് എഡിറ്റ് ചെയ്ത് 22,000 ആക്കണമെങ്കിൽ 22,000 ആക്കിയിട്ട് എഡിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഡാറ്റയായിട്ട് അത് എഡിറ്റ് ആവുന്നതാണ്. എഡിറ്റ് ആവുന്നതാണ്. ഡിലീറ്റ് ആവണമെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡു യു വോണ്ട് ടു ഡിലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിലീറ്റ് ആവും. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമുക്ക് എക്സ്പെൻസ് അടിക്കണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ആ പറഞ്ഞിരിക്കുന്ന പേയ്മെൻറ്റ് വോച്ചിൽ കൊടുക്കാത്ത എക്സ്പെൻസ് എന്തെങ്കിലും അടിക്കണം. ഇപ്പോൾ ഞാൻ ഇലക്ട്രിസിറ്റി കൊടുക്കുകയാണ്. ഇലക്ട്രിസിറ്റി സെൽഫ് ഫോർ ഇലക്ട്രിസിറ്റി.
ഇത് നമ്മൾ ചിലവാണ്. നമുക്ക് ചിലവ് വന്നിട്ട് ഒരു 10,000 റുപ്പീസ് ഇലക്ട്രിസിറ്റി ഇതിന് ചിലവ് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കും. ടാബ് അടിച്ചു, പേയ്മെൻറ്റ് ക്യാഷാണ്, സേവ്. അപ്പോൾ ടുഡേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ഇതിൽ എക്സ്പെൻസ് ആയിട്ട് ഇത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് നമ്മൾ ഈ ഡേ ബുക്ക് നമ്മൾ ഒരു സ്കൂളിൻ്റെ ഇതായതുകൊണ്ട് അല്ലെങ്കിൽ കോളേജിൻ്റെ ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് കാറ്റഗറി വെച്ചിട്ട് നമുക്ക് സോർട്ട് ചെയ്യാം. സ്റ്റുഡൻസിനെ വെച്ചുകൊണ്ട് സോർട്ട് ചെയ്യാം. ഇവിടെ കസ്റ്റമർ എന്നാണ് ഹെഡ് കൊടുത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. പേയ്മെൻറ്റ് വെച്ച് സോർട്ട് ചെയ്യാം. ക്യാഷ് ആണോ ഗൂഗിൾ പേ ആണോ. അഡ്മിഷൻ കോഡ് വെച്ച് സോർട്ട് ചെയ്യാം. ഇത് സെർച്ച് ഓപ്ഷനാണ്. ബില്ല് വെച്ച് സോർട്ട് ചെയ്യാം. നമ്മൾ അവിടെ നിന്ന് ബില്ലിംഗ് അടിച്ച് കഴിയുമ്പോൾ ഓരോ ബില്ലായിട്ടാണ് കയറി വരുന്നത്. മൊബൈൽ നമ്പർ വെച്ച് സോർട്ട് ചെയ്യാം. ഡിപ്പാർട്ട്മെൻറ്റ് വെച്ച് സോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏറ്റവും താഴെ നോക്കിക്കഴിഞ്ഞാൽ പേയ്മെൻ്റ് അകത്തുനിന്ന് ഇൻകമിൻ്റെ അകത്തുനിന്ന് എക്സ്പെൻസ് കഴിച്ചിട്ട് ബാക്കി എമൗണ്ട് ഇവിടെ കാണാൻ പറ്റും. ക്യാഷ് എത്ര, ചെക്ക് എത്ര, ഗൂഗിൾ പേ എത്ര, ഇതെത്ര, ഇതിവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് മോഡ് ചിലതൊക്കെ നമുക്ക് ഏതൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ നമ്മൾ ചിലത് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പേയ്മെൻറ്റ് മോഡൊന്നും കറക്റ്റ് എൻട്രി വരുത്തിയിട്ടില്ല. അപ്പോൾ ഇതൊന്ന് എഡിറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ക്യാഷ് നമ്മൾ ഗൂഗിൾ പേ അടിച്ചിട്ട് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ സെക്ഷൻ ഇവിടെ കണ്ടില്ലേ, ആ സെക്ഷൻ ഇവിടെ കൂടെ മറന്നിട്ടുണ്ടാവും. അപ്പോൾ ടുഡേ എന്നുള്ളതിൻ്റെ ഫുൾ ട്രാൻസാക്ഷൻ ഇവിടെ കിട്ടും. ഷോൾ എന്നുള്ളതിരിക്കുന്ന ഫുൾ ട്രാൻസാക്ഷൻ ഇവിടെ കിട്ടും. ഇൻകം മാത്രമായിട്ട് വേണമെങ്കിൽ അത് കിട്ടും. എക്സ്പെൻസ് മാത്രമായിട്ട് വേണമെങ്കിൽ അത് കിട്ടും. ഡേറ്റ് വെച്ച് സോർട്ട് ചെയ്യാം, ഇൻകം വെച്ച് സോർട്ട് ചെയ്യാം, അതല്ലാതെ ഹെഡ് വെച്ച് സോർട്ട് ചെയ്യാം. അങ്ങനെ വളരെ വിപുലമായിട്ടുള്ള ഒരു ക്യാഷ് ബുക്ക് എൻട്രിയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഉള്ളത്. അപ്പോൾ ഇത് സ്കൂളിൻ്റെ ഫുൾ ഇൻകം എക്സ്പെൻസ് നമുക്കിവിടെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണത്. ഒരു അടിപൊളി ഫീച്ചറാണത്. ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ യാതൊരു വിധത്തിലുള്ള ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എക്സ്പീരിയൻസ് ആവശ്യമില്ല. ഇത് ഓഫ്ലൈൻ സോഫ്റ്റ്വെയർ ആണ്, ഓൺലൈൻ അല്ല. ആനുവൽ അപ്ഡേഷൻസ് ഇല്ല. ഒറ്റ പ്രാവശ്യം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സർവീസ് ചാർജ് മാത്രമേ വരുന്നുള്ളൂ. തെർമൽ ലേസറിൻ്റെ സപ്പോർട്ടുണ്ട്. ഫുള്ളി കസ്റ്റമൈസബിൾ ആണ്. വാട്സപ്പിലൂടെ ഓൺലൈൻ പാച്ചുകൾ അവൈലബിൾ ആണ്. ഏത് തരത്തിലുള്ള മോഡ്യൂളും നമുക്ക് ഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എല്ലാ തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പറ്റും. സ്കൂള്, കോളേജ്, ടെക്നിക്കൽ സ്ഥാപനങ്ങൾക്കൊക്കെ പറ്റും. എവിടെയൊക്കെ കൊടുത്തിട്ടുണ്ടോ അവിടെയൊക്കെ വളരെ നല്ല അഭിപ്രായമാണ് ഈ സോഫ്റ്റ്വെയറിനുള്ളത്. നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ല ഒരു പാക്കേജാണ് ഈ സ്കൂൾ ഫീസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ.